ഇന്നലെ SFIയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് KSIDC ഹർജി നൽകിയപ്പോൾ ഹൈക്കോടതി ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഭയമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടാണ് ഹർജി ഫയൽ സ്വീകരിച്ചത്. നാളെ കർണാടക ഹൈക്കോടതി വീണ വിജയൻ്റെ ഹർജി പരിഗണിക്കുമ്പോൾ സമാനമായ ചോദ്യം ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുമ്പോൾ കോൺഗ്രസ്സുകാരും കുടുങ്ങുമല്ലോ എന്നുള്ള ചോദ്യം അപ്പുറത്ത് വയ്ക്കുമെന്ന് കോൺഗ്രസ്സുകാർ കുടുങ്ങട്ടെ, കോൺഗ്രസ്സുകാർ കുടുങ്ങാനുള്ള അന്വേഷണം വരട്ടെ എന്ന് മറിച്ചും പറയാലോ. അപ്പോൾ അതിനെ എന്തിനാണ് തടയുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇന്ന് AK ബാലൻ്റെയൊക്കെ മറുപടി, AK ബാലൻ കുറച്ചു കാലമായി നൽകിക്കൊണ്ടിരിക്കുന്ന മറുപടികൾ എത്രത്തോളം ദുർബലമാണ് എന്നുള്ളതാണ്. ആദ്യം ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ എന്താ പറയുക, റിപ്പോർട്ടിൽ അവസാനം ഉണ്ടായിരുന്ന പരാമർശങ്ങൾ, ആ പരാമർശങ്ങളിൽ രാഷ്ട്രീയമുണ്ട് എന്നതായിരുന്നു ആദ്യം പറഞ്ഞ വാദം. പിന്നീട് അത് ROCയിലേക്ക് അന്വേഷണം പോയി കഴിഞ്ഞപ്പോൾ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് പിന്നെ അതിന്മേലൊരു അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നതായി. അപ്പോൾ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് നന്നാവുകയും ROC മോശമാവുകയും ചെയ്തു. ഇപ്പോൾ ROCയുടെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ SFIO വന്നു കഴിഞ്ഞപ്പോൾ ROCയുടെ അന്വേഷണം നടക്കാൻ വേണ്ടി അതിലെ ഉദ്യോഗസ്ഥരെ അടക്കം കോടതി നിശ്ചയിച്ചല്ലോ, പിന്നെ എന്തിനാണ് SFIOയ്ക്ക് വിടുന്നതെന്നായി. ഓരോ തവണയും ഓരോ അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ ഈ രൂപത്തിലാണ് മറുപടി പറയുന്നത്. ഇതിൽ ഭയം ഇല്ല എങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു സ്റ്റേ ആവശ്യമായി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്, പ്രാഥമികമായ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ മറക്കാനുണ്ട്. ഇതിപ്പോൾ ഈ AK ബാലൻ ആവർത്തിച്ച് പറയുന്നത് പോലെ ആവശ്യപ്പെട്ട സർവീസ് എന്താണെന്ന് അറിയില്ല, അത് മാത്രമാണ് വിഷയമെന്ന് പറഞ്ഞു. അതല്ലല്ലോ വിഷയം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകൾക്ക് എന്ത് അടിസ്ഥാനത്തിൽ കൊടുത്തു എന്നുള്ളതാണല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണം. എവിടെയും വീണ വിജയൻ്റെ മറുപടി ലഭിച്ചിട്ടില്ല. ROCക്ക് നൽകിയ മറുപടി തൃപ്തികരമല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ SFIO വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു അന്വേഷണം സുഗമമായി നടക്കുമ്പോൾ, കൃത്യമായി നടക്കുമ്പോൾ ആ അന്വേഷണത്തിന് തന്നെ തടയണം എന്നാവശ്യപ്പെടുന്നത് എന്തിനാണ് എന്ന ചോദ്യം സാധാരണ ജനങ്ങൾ എന്തായാലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ചോദ്യത്തിനൊരു മറുപടി രാഷ്ട്രീയമായെങ്കിലും നേതാക്കൾ നൽകേണ്ടതുണ്ട്. തീർച്ചയായും. Meet the editors.